മുറിക്കുക. 1.5 മീറ്ററാണെങ്കിലും കുഴപ്പമില്ല, 1 മീറ്ററാണെങ്കിലും കുഴപ്പമില്ല. ഇതിന് ഏകദേശം 2 പൈപ്പ്, 1.25 മീറ്ററിന് 2 പൈപ്പ് മേടിക്കുമ്പോൾ 600 രൂപ എടുത്താണ്. 600 രൂപ വരും. അത് കുറയത്തില്ല, 600 രൂപ താഴെ നിൽക്കും. അതേസമയം ഈ 8 ഇഞ്ചിൻ്റെ പൈപ്പാണെങ്കിൽ 800 രൂപ അടക്കും. പക്ഷേ 8 ഇഞ്ച് പൈപ്പാണെങ്കിൽ വളരെ നല്ല. ആ പൈപ്പ് കിട്ടാനില്ല. ആ പൈപ്പ് ഇപ്പം ഒരു സ്ഥലത്ത് സാധാരണ കിട്ടാൻ, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞാൽ ഉണ്ടാക്കി തരും. ആ പൈപ്പ് ഇതുപോലെ പൈപ്പ് പ്രൊപ്പോസൽ ഇത് ഞാനിപ്പോൾ എഴുതുന്നേ ഉള്ളൂ. അതാത് ദിവസം മാലിന്യങ്ങൾ കുഴിച്ചു കൂടാൻ സൗകര്യമുള്ള ഈ പണിക്ക് പോകേണ്ടതില്ല. മാലിന്യം നിറച്ചു തുടങ്ങുന്നതിന് മുമ്പ് ദിവസവും കൂടുമ്പോഴും പൈപ്പിൽ ബാക്ടീരിയ കൾച്ചർ അവരെ പൈപ്പ് ഉണ്ടാക്കുന്ന വിധമാണ്. ഈ പൈപ്പ് കൊണ്ടുപോയിട്ട് കുഴി കുടിക്കുക. ഒരു അര മീറ്റർ, 1/4 മീറ്റർ, ഒരു 1/4 മീറ്റർ മതി, അതിൽ കൂടുതൽ വേണ്ട. 1/4 മീറ്ററാണ് 1 മീറ്റർ മുകളിലോട്ട് നിൽക്കും. അത് കുഴി കുടിക്കുക. ഇത് ഈ അടുത്തടുത്ത് വേണമെന്നില്ല, ഇച്ചിരി അകത്തിയാണേലും മതി. ഇത് നമ്മുടെ വീടിനടുത്ത്, നമ്മുടെ അടുക്കളയ്ക്കടുത്ത്, അടുക്കളയിൽ നമുക്ക് സാധനം എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയാണേലും വെള്ളം കെട്ടാത്ത സ്ഥലം വേണം. വെള്ളം കെട്ടി കിടക്കരുത്, എന്നാലും അധികം ദൂരം നടക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു പ്രത്യേക ഇതുവരെ മണവും വരാത്ത കൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പറമ്പിൻ്റെ അകത്ത്, വീടിനകത്തും ചെയ്യുന്നവരുണ്ട് ഈ പരിപാടി. വീടിനകത്ത് ചെറിയ ഈ ബോക്സ് വെച്ച് അതിനകത്തും ചെയ്യുന്ന ആൾ, ഫ്ലാറ്റിലൊക്കെ അങ്ങനെ ചെയ്യുക ആൾക്കാർ. അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യുക. എന്നിട്ട് കുത്തി നാട്ടി നിർത്തുക. കുത്തി നാട്ടി നിർത്തിയിട്ട് ഇതിന്റെ പുറത്തോട്ട് ഒരു സ്ലാബോ ഒരു ടൈലിന്റെ പീസോ, നമ്മുടെ വീട്ടിൽ എന്തോ അതിന് വെക്കാൻ പറ്റിയ സാധനം എന്തോ അതങ്ങ് വെക്കുക. അല്ലെ ഒരു ചട്ടിയോ മതി അങ്ങോട്ട് വെക്കുക. ചെടിച്ചട്ടിയാണ്, ചെറിയ ചെടിയുണ്ട്, അത് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്തോ വെക്കുക, വേറെ. എന്നിട്ട് ദിവസവും നമ്മുടെ വേസ്റ്റ് എല്ലാം കൂടെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം കൂടെ ഒരു ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇടുക. രാവിലെ ഇതെല്ലാം കൂടെ എടുത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം കൂടെ ഒരു ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇടുക. രാവിലെ അതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേനും, അല്ല ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും സ്വല്പം ഈ ശർക്കര വെള്ളത്തിൽ കലക്കിയിട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തൊരു പുഴു ഉണ്ടാവും. ഇതിനകത്തൊരു പുഴു നമുക്ക് കാണാം. പുഴു ഉണ്ടായാലേ അത് പ്രോസസ്സ് നടക്കുകയുള്ളൂ. പ്രോസസ്സിങ് നടക്കുന്ന പുഴു വേണം. ഇങ്ങനെ ഉണ്ടായി ഇത് നടന്നു കഴിയുമ്പോഴത്തേന് അടുത്തതിലോട്ട് തുടങ്ങുമ്പോഴത്തേന് അടുത്തത് പറയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക് ഇത് നല്ല വളമായിട്ട് മാറിയിരിക്കും. നല്ല പൊടിയല്ല, നല്ല ഓർഗാനിക് കമ്പോസ്റ്റ് ആയിട്ട് മാറും. ഇതെടുത്ത് നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ എടുക്കും? ഈ പൈപ്പ് അങ്ങോട്ട് പൊക്കി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ കൂട്ടുകുറ്റിക്കകത്ത് കൂട്ട് വരുവേ എന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ കുഴി കുത്തണം. ഈ കുഴി കുത്താൻ 10 മിനിറ്റ് നേരത്തെ പണി. 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം. എന്ത് വേസ്റ്റ് വിടാം. കുപ്പിച്ചില്ലും, മറ്റേ പാട്ടയും കുപ്പിച്ചില്ലും, പിന്നെ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒന്നും അതൊന്നും ഇടാൻ പറ്റില്ല. പക്ഷെ എല്ലൊക്കെ ഇടാം. എല്ലും മത്തിയുടെ, മീനിന്റെ എല്ലാം, ഏത് സാധനം ഇതിലൊക്കെ പെട്ടെന്നാകും. അതൊക്കെ പെട്ടെന്ന്. കാരണം ഇത് 3 മാസം പിടിക്കും. 3 മാസം കൊണ്ടേ ഇത് ആവുള്ളൂ. മറ്റേത് പറയുമ്പോൾ 3 മാസമാവും. അതുമല്ല, അഥവാ ഇനിയിപ്പോൾ നമ്മുടെ ഒത്തിരി വേസ്റ്റാണ് വരുന്നതെങ്കിൽ ഒരു പൈപ്പ് കൂടെ അങ്ങോട്ട് മേടിച്ച് വെച്ചേക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഇത് കണ്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചില പഞ്ചായത്തിലൊക്കെ, തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇത് ചെയ്യുന്നവർക്കാണ് ടാക്സിൻ്റെ അളവ് വരെ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരെ ഇപ്പം സ്കീമായിട്ട് വരുന്നുണ്ട്. ഇത് ഏതാ? പിന്നെ ഇവിടെയോ മൂന്ന് വശം ഒരു ടൈലിന്റെ പീസ് ഉണ്ട്. ടൈലിന്റെ പീസ് അങ്ങോട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ചട്ടിയോ അവിടെ മൂടാൻ പറ്റി നമ്മുടെ പറമ്പിൽ എന്നാ സാധനം ഉണ്ടല്ലോ ആ സാധനം അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിൽ ആഡ് ചെയ്യേണ്ട ശർക്കര മാത്രമേ ഉള്ളൂ. കുറച്ച് ചേർ കയറാം. പിന്നെ ഈ പുഴു അകത്തോടൊന്നും കയറും. പുഴുവൊന്നും മുകളിട്ട് കയറത്തില്ല. കാരണം ഇതിങ്ങനെ അതതിനെ കടന്നോളൂ അവിടെ. പിന്നെ ഇതിനകത്ത് പിന്നെ ഇതിനടുത്ത് ഒരു നല്ലൊരു എൻ്റെ ഒരു ചെടി നട്ടുകൊടുക്കുകയാണ്. ഞാൻ ചെടി നട്ടോളൂ. നല്ല അതും പറഞ്ഞു. ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ശർക്കര മാത്രമാണ്. ശർക്കര മാത്രം. പിന്നെ വേറൊരു കാര്യം ചെയ്യാവുന്ന എന്നാ ചോദിക്കുകയാണെങ്കിൽ, ഇതിനായി ഒരു പ്രസവം ഉണ്ടാകുന്നത് എലി വന്ന് ഇത് കുത്തും. എലി വന്ന് കുത്തുമ്പോൾ നമ്മൾ ഈ പൈപ്പ് വരുമ്പോഴുണ്ട്, ഈ പൈപ്പിനെ ചുറ്റി കുറച്ച് കല്ല കൊണ്ട് കിട്ടും. ചെറിയ പൊടിക്കല്ല് ഇട്ടിട്ട് അങ്ങോട്ട് അല്ലാതെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ കുഴപ്പമില്ലാതെ. ഗ്രീൻ പാമ്പാടി എൻ്റെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടില്ല. അത് കൊടുത്ത ഒരു കഥ മാത്രം. അതായത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവരെ ഇത് കണ്ടു. അന്നേരം തന്നെ അത് ഒരു വർഷം മുമ്പാണ് ആ ഫോട്ടോ എടുത്ത് അവരുടെ ആ കാര്യം കണ്ടു. അവർ മനോരമയിലെ ഒരു ക്ലാസ്സിന് പോയായിരുന്നു. മനോരമ ക്ലാസ്സിന് പോയപ്പോൾ അവരെ പഠിപ്പിച്ച് അവരുടെ വീട്ടിൽ ചെയ്ത അതിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ഇനി